യേശു തളർവാദ രോഗിയെ സൗഖ്യമാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരിക്കൽ യേശു സ്വന്തം പട്ടണമായ കഫർന്നഹൂമിലെത്തി. അവൻ വീട്ടിലുണ്ടെന്നുള്ള ശ്രുതി എല്ലായിടത്തും പരന്നു. ഗലീലയിലും യഹൂദിയയിലുമുള്ള സകല ഗ്രാമങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും ജനങ്ങളും വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആ ഭവനത്തിൽ വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 4 ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കണ്ടില്ല. അവർ പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്ന ഇവൻ ആരെന്ന് ചിന്തിച്ചു തുടങ്ങി. അവരുടെ ചിന്തകളെ അറിഞ്ഞ യേശു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. സൗഖ്യദായകനായ യേശുവിനെ കുറിച്ച് ധ്യാനിച്ച നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.